ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതീക്ഷയുടെ നിറകയിൽ ജീവിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം വേറെ ഉണ്ടോ? മാഡം അനീതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഈ മാഷിന്റെ ശിക്ഷ കൂടി ആവുമ്പോ അങ്ങനെയല്ലേ വരൂ. എന്നിൽ നിന്നും അകന്നു പോകാനുള്ള പരിപാടിയാണല്ലേ? അതിനിങ്ങനെ ഫോണിലൂടെ വിളിച്ച് വഴക്ക് പറയണമെന്നില്ല. ഫോണിലൂടെ നീ പറഞ്ഞെന്താ? അത് വേദമായിരുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ വേണ്ടത്? നീ പറ. 2 കേക്കും 2 ജ്യൂസും. ഓക്കെ, നിനക്കത് പോരെ? ശരി. നീ ഇത്ര ആത്മാർത്ഥത ഇല്ലാത്തവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ അപ്പൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് നീ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? എടീ, ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പേരില നിന്റെ അപ്പനും നിന്റെ ആങ്ങളെയും ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. അത് ശരി, നേരത്തെ അപ്പനെ മാത്രമേ പറയുന്നുള്ളായിരുന്നു. ഇപ്പൊ ചേട്ടന്റെ പേരിലും തുടങ്ങിയല്ലേ? തുടങ്ങിയത് ചിലപ്പോ അവൻ തന്നെ ആയിരിക്കും, പക്ഷെ തീർക്കുന്നത് ഞാനായിരിക്കുന്നു മാത്രം. മയക്കുമരുന്ന് കേസിൽ പെടുത്ത് നിന്റെ ചേട്ടനെ അകത്താക്കിയപ്പോ ഒരൊറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ, നിന്റെ ചേട്ടന്റെ തലയെടുക്കുക. അത് ഞാൻ ചെയ്യാതിരുന്നതേ അല്പം മുമ്പ് പറഞ്ഞ ആത്മാർത്ഥതയുടെ പേരിൽ മാത്രമാ. എന്റെ അച്ഛനെ ചതിച്ച് എന്റെ അച്ഛന്റെ സഹായിയായി നിന്ന നിന്റെ അപ്പൻ യോഹന്നാൻ, പിന്നീട് യോഹന്നാൻ മുതലാളിയായി. അതിനിടയിൽ എന്റെ അച്ഛനെ നിന്റെ അപ്പം പലവട്ടം ദ്രോഹിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു, കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടങ്ങിയിരുന്നതും പ്രതികാരത്തിന് ഇറങ്ങാതിരുന്നതും നിന്നോട് നേരത്തെ പറഞ്ഞ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ്. സർ, ഇനി എന്തെങ്കിലും വേണോ സർ? പറയാം. ശരി. പക്ഷെ ഇനിയും നിന്റെ ആങ്ങളെയും നിന്റെ അപ്പനും കൂടി എന്റെ അച്ഛന്റെ നേരെയോ എന്റെ നേരെയോ വല്ല കുരുത്തേക്കേടുമായിട്ട് വന്നാലുണ്ടല്ലോ, നിന്നെ ഓർത്ത് സഹിക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തും. അതോടെ തീരും പ്ലാമൂട്ടിലെ അപ്പന്റെ മകന്റെ അഹങ്കാരം. ശിവ, ആ രീതി സംസാരിച്ച് നീ അങ്ങനെ പറഞ്ഞു പോണ്ട. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതേ എന്റെ മാത്രം കാര്യ. അതില് എന്റെ അപ്പനോ എന്റെ വീട്ടുകാർക്കോ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് വിവാഹം കഴിക്കാൻ തന്നെയാ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നിന്നെ ഇഷ്ടപ്പെടുമ്പോ അങ്ങേരുടെ മോളാണെന്ന് കരുതിയിട്ടല്ലല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ. അതിനി എന്ത് മഹാമാരി വന്നാലും അതിനി ഒരു മാറ്റവും വരാനും പോകുന്നില്ല. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവമാറ്റം അതെന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളും നീ ഇപ്പൊ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും രണ്ടും രണ്ടാണ് ശിവ. എന്നാ നീ നിന്റെ പാട്ടിന് പോ. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ. പറ്റുമെങ്കിൽ കൂടാന്നാ മതി. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞ? ആളുകൾ നോക്കുന്നു. ഇരിക്ക് ശിവ. കണ്ടില്ലേ, ഇതാണ് പ്രകൃതം. പിന്നെ എങ്ങനെയാടാ നിന്നെ വിശ്വസിക്കുന്നേ? നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞാൻ നിന്നെ കല്യാണം കഴിക്കോ? അത് നിനക്കറിയണം. നീ ഇപ്പോ ഈ നിമിഷം ഓക്കെ ആണെങ്കിൽ നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കെട്ടാൻ ഞാൻ തയ്യാറാ. അതിനെനിക്ക് നിന്റെ അപ്പനോ ചേട്ടനോ എന്റെ വീട്ടുകാരോ ഒരു തടസ്സമാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ സ്നേഹിച്ചതും ഒന്നിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ചതും നിന്റെ കൂടെയാ. എന്റെ ഒപ്പം നീ വേണമെന്ന് ആദ്യം തീരുമാനിച്ചതും ഞാൻ തന്നെയാ. അത് ശിവൻ തന്ന വാക്കാ. ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം. എനിക്ക് നിന്നെ വിശ്വാസമാണ് ശിവ. കുറുപ്പ് സാർ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഇദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും പോരാട്ടങ്ങളും കാണുകയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് നൽകി സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ ഇയാളുടെ ഒറ്റയാൾ പോരാട്ടത്തിൽ മോളുകൂടി പങ്കുചേർന്ന കാര്യമൊക്കെ ഇയാൾ എന്നോട് പറഞ്ഞു. സ്റ്റേ മാറാതെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനാവില്ല. അവര് നന്നായിട്ട് വർക്ക് എടുത്തിരിക്കുക.
അവര് വർക്ക് ചെയ്യട്ടെ. അവരെക്കാളും വലിയ പണി നിങ്ങൾക്കറിയാമെന്ന് കാണിച്ചു കൊടുക്കണം. അവരുടെ സ്വാധീന വലയത്തിനും മേലെയാണ് നിങ്ങളുടെ പിടിപാടെന്ന് അവർക്ക് ബോധ്യപ്പെടണം, ബോധ്യപ്പെടുത്തണം. അതാണ് ഒരു പോരാളിയുടെ യുദ്ധതന്ത്രം. അങ്ങനെ മുന്നേറിയാലേ നിങ്ങൾക്കിവിടെ ജയിക്കാനും ജയിച്ച് മുന്നേറാനും പറ്റൂ. സർക്കാരിന്റെ മുതല് സർക്കാരിന് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കിയത്. റീസർവേ പ്രകാരം തൊട്ടടുത്ത വസ്തുവിന്റെ സർവേ നമ്പറിൽ പിശകുണ്ടെന്നും അത് ക്ലിയർ ചെയ്തിട്ടേ മേൽ നടപടികൾ സ്വീകരിക്കാവൂന്നൊരു ഹർജി പരിഗണിച്ചിട്ടാ ഇപ്പൊ സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നത്. ഇത് കുടിയൊഴിപ്പിക്കൽ നടത്താതിരിക്കാനുള്ള വക്കീൽ ബുദ്ധിയാണെന്ന് ആർക്കാ മാഷെ മനസ്സിലാവാത്തെ? നമുക്ക് ഈ സ്റ്റേ പിൻവലിക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചാലോ? നല്ലൊരു വക്കീലിനെ എനിക്ക് ഏർപ്പാടാക്കി തന്നാ മതി. ഇതിന്റെ പിന്നാലെയൊക്കെ ഓടുന്ന കാര്യം ഞാൻ ഏറ്റു. മാഡം എന്നെ ഒന്ന് സഹായിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നിർധനരായ കുറെ പേർക്ക് താമസം ഒരുക്കാൻ വേണ്ടി ലക്ഷം വീട് കോളനിക്കായി മാറ്റിവെച്ച സ്ഥലമായിരുന്നു ഈ പരുത്തിക്കുന്ന്. പരുത്തിക്കുന്നിൽ വീട് സ്വപ്നം കണ്ട പലരും ഇന്ന് ആ സ്വപ്നങ്ങളും പേറി മണ്ണിനടിയിലായി. ബാക്കിയുള്ള കുറെ പേര് എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് അവിടെ ഒരു വീട് കിട്ടുമെന്ന ആഗ്രഹവുമായി ഇപ്പോഴും മനുഷ്യക്കോലങ്ങളെ പോലെ ജീവിക്കുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ അവിടെ കുറെ പേരുടെ മനസ്സ് കുളിർക്കും. ഒന്നുമില്ലെങ്കിലും പ്രതീക്ഷയുടെ നിറകയിൽ ജീവിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം വേറെ ഉണ്ടോ? മാഡം അനീതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഈ മാഷിന്റെ ശിക്ഷ കൂടിയാവുമ്പോ അങ്ങനെയല്ലേ വരൂ. ഞാൻ ഇതിനു വേണ്ടി എന്റെ ചോര തന്നെ വീഴ്ത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നെ സഹായിക്കണം. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടെന്നുള്ളൊരവസ്ഥയില. ഞങ്ങളെപ്പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുകളിൽ നിന്നുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ തന്നെ. എന്തായാലും ആവേശം കെട്ടടങ്ങാതെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. മോളെ ശാലിനി, നീ ആദ്യമായിട്ടാ ഇതുപോലൊരു വലിയ മിഷൻ ഏറ്റെടുത്ത് പരാജയപ്പെടുന്നത്. അതുകൊണ്ടാ നീ പതറിപ്പോയതും നിനക്കിങ്ങനെ നിരാശ തോന്നിയതും. അതുകൊണ്ടാ. കാഹളം പരാജയത്തിൽ നിന്ന് കരകയറി വന്നവനാ. പോലീസിന്റെ അടിയിലും ഇടിയിലും ജീവൻ നഷ്ടപ്പെടുത്താതെ അവസാന ശ്വാസവും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നന്മ മാത്രം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവനാ ഇയാള്. മുതലാളിമാരുടെ ക്രൂരതകൾക്കെതിരെ നിരന്തരം സമരമുറകളുമായി പോയതിന് തല്ലിത്തകർത്ത് കൊല്ലാനായി കൊക്കയിൽ വരെ എറിഞ്ഞിട്ടുണ്ട് ഇയാളെ.